അത് നീ എവിടെ പോകുക? കോഴി വാങ്ങാൻ പോവല്ലേ? ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ അവർ ലൈഫാണ് കാണുന്നത്. സാറ്റർഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ലേസി ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകാനായിട്ട് ഡോറ് തുറന്നപ്പോഴാണ് പൂച്ച സാർ ആൻഡ് ഫാമിലി നമ്മുടെ പഠിക്കൽ സ്ഥിരതാമസാക്കി വരെ നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് പോകാണ്. കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ ബസ്സൊക്കെ കാത്തു നിന്ന് ഞങ്ങൾ എന്നും ബസ്സിൽ പോകുമ്പോൾ കാണുന്ന ഒരു വീടാണിത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വീട് കാണാൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വന്നേക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ സാധനം കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി കുറച്ച് സാധനങ്ങളൊക്കെ അയൽവക്കക്കാരുടെ നിന്ന് കടമൊക്കെ വാങ്ങിച്ച് ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ച റോസ്മേരി ലീവ്സ് എടുത്ത് ദേവു റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായി അത് പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ബോയിൽ ചെയ്ത് അത് സ്ട്രെയിൻ ചെയ്ത് കുറച്ച് റോസ്മേരി വാട്ടർ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേവ് ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ നടത്തുന്നത്. എന്നാൽ അത് ഉടനെ തന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തിരിച്ചറിവിൽ അവൾ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനെന്നാൽ നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്നുള്ളൊരു പ്ലാൻ പറയുന്നത്. അപ്പോൾ ആ വഴി നമുക്കൊരു വീഡിയോയും എടുക്കാം എന്നുള്ളതാണ് അജണ്ട. അങ്ങനെ നമ്മൾ പതുക്കെ മുഖത്ത് മേക്കപ്പൊക്കെ ചെയ്ത് തുടങ്ങി. ഫൗണ്ടേഷനൊക്കെ ഇട്ടു, ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തു, കണ്ണൊക്കെ എഴുതി നമ്മൾ പതുക്കെ റെഡിയാകാണ്. അങ്ങനെ ഞാൻ റെഡ് കളർ ബിന്ദി ഇല്ലാത്തത് കൊണ്ടല്ല, എന്നാലും ഒരു അഹങ്കാരത്തിന് ലിപ്സ്റ്റിക്ക് കൊണ്ട് പൊട്ട് തൊടുന്ന സാഹസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയോ അത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു സെറ്റ് സാരിയും ദേവ് ഒരു സെറ്റ് മുണ്ടോ കൊടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഹെയർ ഡു ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു മലയാളി തനിമ കിട്ടാനുള്ള ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുപ്പിവെള്ളയും ജിംകിയൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആവുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ തനിമ ചോരാതിരിക്കാനാണെന്ന് തോന്നുന്നു ദേവി ഇവിടുന്ന് തുളസിക്കതിരൊക്കെ പിച്ചി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തലയിൽ പരസ്പരം വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ എടുക്കാനുള്ള പദ്ധതിയിലേക്ക് നമ്മൾ തിരിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചന്ദനക്കുറിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഡാൻസിൻ്റെ 2-3 സ്റ്റെപ്സ് പഠിക്കുന്ന സാഹസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നമ്മുടെ 2 ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ശ്രീ പുത്തന്നൂർ ദേവീക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയത്. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ അമ്പലത്തിൽ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല പച്ചപ്പും ഹരിതാപയും ഒക്കെ തുളുമ്പി നിൽക്കുന്നൊരു അമ്പലമാണ്. വയനാട്ടിൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് നിർത്താതെയുള്ള മഴയാണ്. അതുതന്നെയാണ് ഈ ഒരു പ്രകൃതി ഭംഗിയുടെ പ്രത്യേകതയും. അമ്പലമൊക്കെ ചുറ്റിത്തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രസാദമൊക്കെ തൊട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നിറയെ കൃഷ്ണകിരീടം പൂത്ത് നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണോ? എൻ്റെ നാട്ടിൽ വളരെ കുറവാണ്. പിന്നെ ആ കൃഷ്ണകിരീടത്തിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പിച്ചി കുറച്ച് ക്യാൻഡിഡ് എന്നുള്ള വ്യാജേന ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അവിടുന്ന് പേരക്കയൊക്കെ പറിച്ച് തിന്ന് തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ക്ഷീണമൊക്കെ കാരണം വൈകുന്നേരം വി സെറ്റ് നോ ടു കുക്കിംഗ്. ഞങ്ങൾ തൊട്ടടുത്തുള്ള തട്ടുകടയിലേക്ക് പോയി. ഞാൻ അവിടെ നിന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞങ്ങൾ ഹാപ്പി ആയിട്ട് വൈൻഡപ്പ് ചെയ്തു.